അപ്പൊ അത് ഞങ്ങളുടെ ഗ്യാങ് റൂൾസിനെതിരാണ്. സോ തൽക്കാലം എന്തായാലും ഞാൻ നിന്നെ ടി.വിയിൽ സസ്പെൻഡ് ചെയ്യുവാണ്. നോ ഗ്യാങ് അസറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നല്ല വിഷമമായി, സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി, പറയാതിരിക്കാൻ എനിക്ക് നല്ല വിഷമമായി. ഈഗോ ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നവരുടെ അടുത്ത് എന്തിനു ഈഗോ കാണിക്കണം? ഹലോ എടാ, എല്ലാരും എവിടെ ഉണ്ടോ? ഗ്യാങ് ഹൗസിലോ? ഞാൻ ഗ്യാങ് ഹൗസിന് അകത്തുണ്ട്. എവിടെ വേണ്ടിട്ടൊന്ന് വന്നേ? ആ ഞാൻ ഇവിടെ ഉണ്ട്. ഹലോ എടാ എന്തോടാ സീൻ എന്തോന്ന് പറഞ്ഞേ? പിന്നെ ആദ്യം വാർത്തിട്ട് ടി വി കണക്ട് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മളാരും കണക്ട് ചെയ്തില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ ഒരു ചാറ്റ് ഇട്ട് വെറുതെ എന്തോ സേഫ് സോണിൽ നിന്നൊക്കെ ആളെടുത്തിട്ട് ഹോസ്റ്റേജ് ആക്കിയെന്നൊക്കെ പറഞ്ഞു. ആരാ ഹോസ്റ്റേജ് ആക്കി? നമ്മളാണോ? ടി വിക്കകത്ത് കളിക്കുന്ന ആൾക്കാരാണോ? അല്ല അല്ലല്ലോ. പിന്നെ ഇതെങ്ങനെ ടി വി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നേ? അറിയത്തില്ല. ഈ സിറ്റുവേഷനിൽ കൂടെ പോയ SRK അല്ലേ? അല്ല പിന്നെ നമ്മളൊക്കെ ഇവിടെ ചിരക്കാൻ നിക്കണാണോ? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നമ്മളെല്ലാരും ഉണ്ടല്ലോ. ഇന്നലെ വിളിച്ചപ്പോഴും രാത്രി 3 മണിക്ക് വന്നില്ല അവന്റെ കൂടെ. അപ്പൊ പകൽ സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയാലോ. ടി വി ഒറ്റ മെമ്പർ അല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്കിത് ഡീൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ. അപ്പൊ ഇത് സിറ്റുവേഷൻ ആരാണെന്ന് വെച്ചാൽ എടുത്തെന്ന് വെച്ചാൽ അവരോട് പോയിട്ട് HF ആയിട്ട് വാർ എടുക്കാൻ പറ. പക്ഷെ വേറെ പേര് കളിക്കണം, ടിവിയുടെ പേര് കളിക്കാൻ പറ്റത്തില്ല. എനിക്കതിനോട് താല്പര്യമില്ല. അതായത് സിറ്റുവേഷൻ ഉണ്ടാക്കിയവരൊക്കെ എന്ത് ചെയ്യും ഇവിടെ? എടാ എനിക്ക് HF-ന്റെ നമ്പർ ഒന്ന് വേണോടാ. മുതുക്കിലെല്ലാരും വന്നായിരുന്നു, എന്നിട്ട് സംസാരമായി. അപ്പം നമ്മള് പറഞ്ഞായിരുന്നു ജസ്റ്റ് പാടില്ല ലീഡർ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല എനിക്ക് HF-നോട് സംസാരിക്കണം. അവരുടെ അടുത്ത് വല്ല റേഡിയോയിലോ വല്ല ആരെങ്കിലും അവിടെ ഒന്ന് ചില്ലായിട്ട് കേൾക്കാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് റേഡിയോയിൽ അല്ല HF-നെ വിളിച്ചിട്ട് നേരെ മീറ്റിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് പറ. അല്ല എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറ. എനിക്കത് സംസാരിക്കണ്ടെന്ന് പറ. എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ വരാമെന്നൊന്ന് പറ. അല്ല എന്റെ ഫോൺ വർക്കിംഗ് ആവുന്നില്ല. എന്റെ ഫോൺ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ ബ്രോ? എന്നോ ബ്രോ നിങ്ങൾക്ക് ആർക്കും ബേസിക് ലോജിക് ഇല്ലേ ബ്രോ? നിങ്ങൾക്ക് എന്തോ പറയണേ? അല്ല നിങ്ങൾക്ക് എന്തോ പറയണേ? സിറ്റിയിലൊരു റൂളുണ്ട്. സിറ്റിയിലെ റൂൾ അനുസരിച്ചല്ലേ ഇത്ര നാൾ കളിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ പെട്ടെന്ന് ഇന്നലെ SRKയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് വെളിയിലത്തെ സിറ്റിസൺസിന് അടിക്കാൻ പറ്റണേ? എനിക്ക് മനസ്സിലാവണില്ല. അല്ല എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതിനകത്ത് കുറച്ചു പേരോട് കളിക്കാൻ. അപ്പൊ അവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരണ്ടേ ഇവിടെ? അതെന്നോട് പറ പ്ലീസ്. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ പ്ലീസ്. എന്റെ അടുത്ത് കൊട്ടയും ചട്ടിയും വണ്ടിയിലൊക്കെ വിളിച്ചവനെ ഒന്ന് കൂടെ കൊണ്ടുപോയി അനിയനെ പോലെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവനെ അനിയനായിട്ട് കാണാൻ. അപ്പൊ ഈ നിൽക്കുന്ന എന്റെ പിള്ളേരൊക്കെ ഞാൻ എന്ത് ചെയ്യണം? എന്താ കേട്ടില്ല റേഡിയോ 12 കയറുമെന്ന് ചോദിച്ചു. റേഡിയോ 12 കയറാം. ആരെ സിറ്റുവേഷൻ അറിയാവുന്ന ആരെങ്കിലും ഒരാളോടെ കയറടാ. ബ്രോ ഒന്ന് സിറ്റുവേഷൻ എന്താന്ന് പറയോ? ഞങ്ങള് ആക്ച്വലി ഇന്നലെ ഇല്ലായിരുന്നു. അപ്പൊ എന്താണ് ഇന്നലത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ നിങ്ങളുടെ SRK എന്ന് പറഞ്ഞൊരു മെമ്പർ നമ്മൾ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുമായിരുന്നു. ആ ടൈമില് വണ്ടി ഇവിടെ SRKയുടെ വണ്ടി നമ്മുടെ പ്രീവാറിന് പോയ ടൈമില് ആരോ ഇവിടെ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും പ്രീവാറിന്റെ ബൈക്കായിരുന്നു. നമ്മള് തിരിച്ചു തരുന്ന ടൈമില് ഇവിടെ SRKയുടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഓൾറെഡി അതും ആരോ വെടി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതാണ് SRK എടുത്തു കൊണ്ടുപോയപ്പോ പൊട്ടിയത് റോട്ടിൽ വെച്ചിട്ട്. അവൻ പറഞ്ഞു നമ്മള് റോട്ടിൽ വെച്ചിട്ട് അവനെ ഫയർ ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്യാങ് ഹൗസിൽ നമ്മൾ വേറൊരു സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് ഇത്തിരി ട്രിഗർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമിൽ സംസാരമായി. അതില് നമ്മള് ബോഡിക്ക് ഫയർ ചെയ്യാ ചെയ്തത്. അപ്പൊ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് വന്നപ്പോ പുള്ളി പെട്ടെന്ന് ഡൗൺ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെന്നെ ഈസത്തിനെ വിളിച്ച് പുള്ളിനെ പൊക്കിയിട്ട് വിട്ടു. വേറെ പരിപാടി കത്തിക്കും കാര്യങ്ങളൊന്നും നടന്നില്ല.
ഇന്ന് ഈ സിറ്റുവേഷനും പറഞ്ഞിട്ട് നമ്മളൊരു TDM സേഫ് സോണിൽ നിന്ന് ഒരാള് ഹോസ്റ്റേജ് അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു TV രായൻ എന്താണ് പറഞ്ഞത് പുള്ളിയുടെ പേര്, TV രായൻ, TV ഇറ്റാച്ചി എന്തൊക്കെ ഗ്യാങ് ചോദിച്ചപ്പോ ഗ്യാങ് TV ആണെന്ന് പറഞ്ഞു. ഇല്ല ബ്രോ, അവർ കറന്റ് ടിവിയിൽ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് അല്ല. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് സിറ്റുവേഷൻ എടുത്തതിൽ ആരൊക്കെയാണെന്നൊന്ന് ഞങ്ങളുടെ അടുത്ത് പറയോ ബ്രോ? നമുക്ക് ആ പയ്യൻ പറഞ്ഞത് അവ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. നമ്മൾ കുറച്ചുപേര് കയറി, അപ്പോഴേക്കും അവർ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞത് TV രായൻ, TV ഇറ്റാച്ചി 2 പേരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ആരാന്ന് പുള്ളി പേരൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ബ്രോ ഞാനൊരു കാര്യം പറയാം. ഈ സിറ്റുവേഷൻ ഞങ്ങളിപ്പോ കറന്റ്ലി ഞങ്ങളുടെ അകത്തുനിന്ന് കുറച്ച് മെമ്പേഴ്സൊക്കെ വേറൊരു സിറ്റിയിലോട്ട് പോയേക്കുന്നത് കൊണ്ട് നമുക്കിപ്പം കറന്റ്ലി സിറ്റിയിൽ സിറ്റുവേഷൻ എടുക്കാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറന്റ്ലി PvP എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം ഞങ്ങളൊന്ന് ബാക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ലാത്ത രീതിയിൽ ഇതായിട്ട് പറയാണ്. നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അത് വാട്ടെവർ ഇപ്പം നിങ്ങളുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഞങ്ങളുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിലും, ഇതൊരു സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾക്ക്. അത് നമ്മുടെ ഒരു കാര്യം പറയാ, നമുക്ക് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അടിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷൻ എടുക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഇന്നലെ അത് ഡ്രോപ്പ് ചെയ്ത കേസായിരുന്നു. പക്ഷെ ഇന്ന് അവര് വന്ന കാരണം ഇപ്പൊ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ ഇല്ല. നമുക്ക് നിങ്ങളായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇല്ല, അതിൽ SRK ആണ് ഇപ്പൊ കറന്റ്ലി നമ്മുടെ അകത്ത് ഇപ്പൊ ഉണ്ടുള്ളത്. നമ്മുടെ അകത്ത് ഇപ്പൊ ഇതിനായിട്ട് ആക്റ്റീവായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് SRK മാത്രമാണ്. വേറെ ബാക്കി ആരും ഇപ്പൊ കറന്റ്ലി നമ്മുടെ അകത്ത് SRK ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ഒന്നും ഇല്ല ബ്രോ. SRK ആയിട്ട് ഇന്നലെ രാത്രി കഴിഞ്ഞ സിറ്റുവേഷനാണ്. ഇന്ന് വന്ന് നമ്മുടെ ജയിൽ ചാർലി എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്, അവനെ ഹോസ്റ്റേജ് എടുത്തത് ഈ TV ആയിരുന്നു. അത് സേഫ് സോണിൽ കയറിയിട്ട് ഹോസ്റ്റേജ് എടുത്തത്. അത് നമ്മൾ ആളില്ലാത്ത ടൈമിൽ സിറ്റുവേഷൻ എടുക്കാൻ തരുന്നില്ല. ഇന്നാണെങ്കിൽ ഇവിടെ മുതുക്കിൽ നിങ്ങൾ ആളില്ലാന്ന് പറഞ്ഞപ്പോ ടൈമിൽ ഞങ്ങൾ അവിടെ നിന്ന് ലീവ് ആക്കി. ഞങ്ങൾക്ക് നിങ്ങൾ ആളില്ലാത്ത സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്നല്ല, നമ്മളിങ്ങനെ ഡൗൺ ടൈമും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കും അറിയാം അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ. ബ്രോ ഇപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന്, അതായത് SRKയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തായാലും അല്ല, SRKയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോ എന്നെ വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വാട്സാപ്പിൽ എന്തെങ്കിലും ഇട്ടാൽ നമ്മൾ എന്തായാലും വിളിക്കുക, എന്തെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ മെമ്പർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിറ്റുവേഷൻ ഒന്നും ഇല്ല. നിങ്ങൾ എന്തായാലും സെറ്റ് ആയിട്ട് വാ, നമുക്ക് പണ്ടത്തെ പവറിലങ്ങ് സെറ്റ് ആക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഓ എടാ സോറിടാ. ഹലോ കേക്കാടാ? ഹലോ എടാ, അത് ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട് അവന്മാരായിട്ടുള്ള സിറ്റുവേഷൻ. ഹലോ, എനിക്ക് SRK ഒന്ന് വരണം ഇവിടെ. എടാ, ഇന്നലെ ഓൾറെഡി നിനക്ക് സിറ്റുവേഷൻ ആ സമയത്ത് രാത്രി 3 മണിക്ക് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ ഇതാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് HFO ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സിറ്റുവേഷൻ എടുക്കേണ്ട ആവശ്യം ഞങ്ങൾ ഒരാൾ പോലും ഇല്ലാതെ. അണ്ണാ എനിക്കും അറിയത്തില്ല. ഞാൻ ഇതേപോലെ സിറ്റിയിൽ കയറിയ സമയത്താണ് എന്നെ വിളിച്ചിട്ട് എന്നെ ലൊക്കേഷനിൽ കൊണ്ടുപോയത്. അപ്പൊ കണ്ട സമയത്ത് അത് ഞാൻ തന്നെ എന്തായാലും വന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ തന്നെ തീർക്കാം. പിന്നെ ഞാൻ അന്നേരം ചെയ്തു പോയതാ, മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? അണ്ണാ അന്നേരം തോന്നി. അല്ല, നീ ഗ്യാങ് മെമ്പർ അല്ലേ? അതെ അണ്ണാ, ഗ്യാങ് മെമ്പറാണ്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്താ ചെയ്യാൻ പറ്റാത്ത? നമ്മൾ ഇത്രയും പേര് ഇന്നലെ നീ 3 മണിക്ക് വിളിച്ചിട്ട് പോലും ഞങ്ങൾ വന്നില്ല. അപ്പൊ പകല് വരത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് കേട്ടില്ല? അല്ലാണ്ട് ഞാൻ അറിയുന്നില്ലല്ലോ. ഇതെന്താണ് ഞാൻ അറിഞ്ഞിട്ട് പോയാണ് കാണണം പറയണത്. ഞാൻ നേരെ കയറി എന്നെ വിളിച്ച് ഇന്ന ലൊക്കേഷൻ. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല SRK. നീ ചില്ലായിട്ട് സംസാരിക്കും. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അല്ലണ്ണ, ചില്ലായിട്ട് സംസാരിച്ച ഞാൻ ആ ടൈമിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഗ്യാങ് മെമ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഗ്യാങ്ങിന്റെ പേര് വെച്ച് എങ്ങനെയാണ് വേറൊരു ഗ്യാങ്ങിനോട് ഫൈറ്റ് എടുക്കുന്നത്? അല്ലത് അതാണ് എന്റെ ചോദ്യം. എടുത്തിട്ടില്ലല്ലോ അണ്ണാ. എടാ, HF പിടിച്ചോണ്ട് TV എന്നും പറഞ്ഞിട്ട് നിന്നെ പിടിച്ചോണ്ടോയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ HF പിടിച്ചോണ്ട് പോയപ്പോ TV എന്ന് പറഞ്ഞല്ലേ കൊണ്ടുപോയത്? അല്ല പിന്നെന്ത് സിറ്റിസ് ആണോ?
അല്ലല്ല എന്നെ അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ ഇതാക്കിയ സമയത്തും സിറ്റിസൺ ആയിട്ട് തന്നെ നിന്നിരുന്നത്, സിറ്റിസൺ ആയിട്ട് തന്നെ എന്നെ ഇതാക്കിയത്. അന്നേരം ഞാൻ ഗ്യാങ് ആണോ ഇതാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. അല്ല എങ്ങനെയാണ് HF ആയിട്ട് സിറ്റുവേഷൻ ആയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേടാ. അണ്ണാ ഇന്നലെ ഞാൻ അണ്ണന്റെ മുമ്പ് വെച്ചില്ലാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അല്ല ഒന്ന് പറഞ്ഞു, എനിക്കിപ്പോ കേൾക്കണം, എനിക്കൊന്ന് കേൾക്കണം. പറഞ്ഞത് അല്ല എനിക്കിപ്പോ എന്താ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂലേ? പറ്റും. അപ്പൊ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അണ്ണാ ഞാൻ ഹോസ്പിറ്റലിൽ നേരെ മുതുക്കിൽ വന്നോണ്ടിരുന്നായിരുന്നു അണ്ണാ. അപ്പം എന്റെ വണ്ടി കാണുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മേഡത്തിന്റെ വണ്ടിയിൽ ഞാൻ കയറി. ആ മേഡം നേരെ ആ ഒരു ഗ്യാങ്സിനകത്തോടെ പോയത്. അവിടെ ചെന്ന സമയത്ത് എന്റെ വണ്ടി അവിടെ ആരോ ഓടിച്ചോണ്ടിരിക്കുന്ന കണ്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല ആ ടൈമിൽ. അപ്പൊ നേരെ ഞാൻ എന്നെ മേഡം നേരെ മുതുകിൽ കൊണ്ടിറക്കിയ സമയത്ത് ഞാൻ വണ്ടി ട്രാക്ക് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലിന് മറ്റേ ഗ്യാങ്സിനകത്താണ് കണ്ടത്, ആ ഒരു ബിൽഡിങ്ങിനകത്ത് കോമ്പൗണ്ട്. മേഡത്തിന്റെ പേര് ഓർമ്മയില്ല ചന്ദ്രു, കാണിച്ചു തരാം ചന്ദ്രു. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് വണ്ടി എടുത്ത് അവിടെ ചെന്നപ്പോ ഒരാളെ കണ്ടു. അയാൾ കാര്യം ചോദിച്ചു, എനിക്ക് വണ്ടി എടുക്കാനാ വന്നതെന്ന് പറയുന്ന സമയത്ത് അകത്തിരിക്കൊണ്ട് എടുത്തോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ ബ്രോ ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അവരേതോ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണെന്ന് പറഞ്ഞു. ഞാൻ ശരി വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് വണ്ടിക്കകത്ത് ഒരാൾ കയറി, ആ ഗ്യാങ്ങിലുള്ള. അപ്പൊ നേരെ കയറിയിട്ട് പുറത്തോട്ട് വന്ന സമയത്ത് പുള്ളിക്കാരൻ വണ്ടിയും ചാടി ഇറങ്ങിയ സമയത്താണ് പുറകിൽ നിന്ന് ആരോ വെടി വെക്കണ പോലെ കേട്ട് എന്റെ ടയർ പൊട്ടിയപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എന്റെ എന്തിനാ വെടി വെച്ച് ടയർ പൊട്ടിച്ചത്. ആ സമയത്ത് കണ്ടിന്യൂസ് അവിടുന്ന് ഫയറും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് അവിടെ ചെന്ന് എന്തിനാ വെറുതെ അങ്ങ് ഇത് അടിച്ചു കളയലല്ലോ. അപ്പൊ ഞാൻ നേരെ അവിടെ ചെന്ന് ചോദിച്ചു എന്തിനാ അടിച്ചത്. അപ്പൊ അവരാദ്യം പറഞ്ഞ് അവരാരും അല്ല അടിച്ചത്. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ശരിയാക്കി തന്നാൽ മതിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം വേറൊരാൾ വന്ന് സിറ്റുവേഷൻ എന്തോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് കാര്യം ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിനക്ക് വണ്ടി ഇതാക്കി തരത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ടിട്ട് കത്തിച്ചു, വെടി വെച്ച് പൊടിച്ച് കത്തിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ ബ്രോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിങ്ങനെ ചെയ്യും, ഗ്യാങ്സ് ആണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കുടയൊന്നും അടിക്കേണ്ട നീ പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് എന്റെ ദേഹത്ത് ഫയർ ചെയ്തു. അപ്പൊ ഫയർ ചെയ്ത് എന്തിനാണ് തിരിഞ്ഞ് ചോദിച്ച സമയത്താണ് എന്നെ അടിച്ചിട്ടത്. ഇതായിരുന്നു സിറ്റുവേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നല്ലോടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിനക്ക് വേണ്ടി സംസാരിക്കാൻ വന്നില്ലേ? വരാത്ത ആൾക്കാരാണേ ഓക്കെ. അണ്ണാ വന്നു അത് എനിക്കറിയാം. അത് എല്ലാവരും മനസ്സിലാക്കട്ടെ ഞാൻ സിറ്റുവേഷൻ. നമുക്കിപ്പൊ അങ്ങനത്തെ രീതി എടുക്കാൻ പറ്റത്തില്ല. അല്ലടാ ഞാൻ ഒരു കാര്യം പറയാം. അല്ല അപ്പൊ ഈ നിക്കുന്ന പിള്ളേർ ഇവന്മാരൊക്കെ ആരാണ്? അല്ല അതിന്റെ ചോദ്യം അതാ. അണ്ണ ഇന്നലെ അണ്ണ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ഇപ്പോഴേ സിറ്റുവേഷൻ വേണ്ടത്, പിന്നെ എന്തിനിന്ന് എടുത്തു? അതാണ് എന്റെ ചോദ്യം. ഞാൻ എടുത്തല്ലോ അത് ഒന്ന് മനസ്സിലാക്കണ്ട. അല്ല പിന്നെ ആരാ എടുത്തേ? അതാണ് എന്റെ ചോദ്യം. ടിവിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം വേറെ ആരാ എടുത്ത സിറ്റുവേഷൻ? എന്റെ ചോദ്യം അതാണ്. സിറ്റുവേഷൻ എടുത്ത ഞാനല്ല, ഞാൻ സരക്കണ്ണനും കൂടാണ് എന്നെ ഇതേപോലെ വിളിച്ച് ഗുലാനും വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ അവരിപ്പോ കറന്റ് ടിവിയുടെ ഡ്രസ്സിലോ ടിവിയുടെ ഇതിലോ ഇവിടെ കണ്ടിട്ടുണ്ടോ സിറ്റിയില്? ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ നിനക്ക് വേണ്ടിട്ട് അവരെടുക്കാൻ പറ്റുന്നത്? അതെനിക്കറിയത്തില്ല. അത് അറിയത്തില്ലെങ്കിൽ അത് പറയണം. അപ്പൊ ബാക്കിയുള്ള മെമ്പേഴ്സിനോടാണ് എന്റെ ചോദ്യം. ഈ ചെയ്തത് ശരിയാണോ? ഞാൻ ഗ്യാങ് ആയിട്ടല്ലോ. അല്ല ഈ ചെയ്തത് നിങ്ങൾക്കൊന്നും ബാഡ് അടിച്ചില്ല മെമ്പേഴ്സ് ആർക്കും. ഇന്നലെ ചോദിച്ച സമയത്ത് സിറ്റുവേഷൻ എടുത്തെന്ന് പറഞ്ഞു. HF എന്ന് പറയുന്നവൻ ഗ്യാങ് ആയിട്ട് നിൽക്കായിരുന്നു. ഞാൻ എടുത്തല്ലോ, മനസ്സിലായില്ല. ഞാൻ എടുത്തല്ലോ. നമ്മളൊന്ന് വിളിക്കാലോ, വിളിച്ചാ വരുമല്ലോ. വരാതൊന്നും ഇരിക്കത്തില്ലല്ലോ. ഞാൻ അറിയുന്നില്ല എന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അവിടെ കൊണ്ടുപോയെങ്കിൽ സമയത്തെങ്കിലും നമുക്ക് ടിവിയിൽ ആരെങ്കിലും അറിയിക്കാലോ. അവിടെ ചെന്ന് നീ സിറ്റുവേഷൻ കണ്ടപ്പോഴെങ്കിലും അവിടെ ചെന്ന് നീ സിറ്റുവേഷൻ എന്താന്ന് കണ്ടല്ലോ സാർക്ക്. അല്ല സിറ്റുവേഷൻ എന്താന്ന് കണ്ടല്ലോ, അപ്പൊ നമ്മളെ അറിയിക്കാവോ? എന്താ ഏതാ കണ്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയാണ് അവിടെ തീർക്കാൻ തോന്നി. അപ്പൊ അത് ഞങ്ങളുടെ ഗ്യാങ് റൂൾസിനെതിരാണ്. സോ തൽക്കാലം എന്തായാലും ഞാൻ നിന്നെ ടിവിയിൽ സസ്പെൻഡ് ചെയ്യുവാണ്. നോ ഗ്യാങ് അസറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് വരെ എന്തായാലും ടി.വി ഗ്യാങ്ങിൽ സസ്പെൻഡ് ചെയ്തേക്കാണ്. എന്തിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്യാൻ? കാരണം ഞങ്ങൾക്ക് എന്തിന്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കേട്ടോ. ടിവിയിലെ മെമ്പേഴ്സ് ബാക്കി ഇത്രയും പേർക്ക് നല്ല ഫീഡ്ബാക്ക് ആയി. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പറയണ കേട്ടാ മതി. അതെനിക്ക് അറിയണ്ടാണ് ആർക്കൊക്കെ ആയാണ്. എല്ലാരും എല്ലാവർക്കും ഗ്യാങ്ങില് നമ്മൾ ഇത്രയും പേരോട്ട് നീ ഒരുത്തരെ വിളിച്ചോ? നീ ടി വി ആയിട്ട് ഇത്രയും പേരുണ്ടായിട്ട് 5 പേരെല്ലാം വന്നോളൂ.
അഞ്ചു പേര് ഓക്കെ എന്നാ 5 പേരെ വിളിച്ചോ. നീ 5 പേരെ വിളിച്ചോ. 3 മണിക്ക് 5 പേര് വന്ന് ചെറുതാണോടാ. ഗ്യാങ് മൊത്തം 10 പേരെ ഉള്ളു. അതറിയാം നിനക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ കേട്ടില്ല. ഗ്യാങ്ങിൽ മൊത്തം 10 പേര് 5 പേര് വന്നില്ലേ? 5 പേര് വന്നില്ല നിനക്ക് വേണ്ടി 3 മണിക്ക്. പിന്നെ നീ എന്താ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നേ? അല്ലല്ല കൊണച്ചല്ല ബാല കൊണച്ചല്ല കാര്യം പറഞ്ഞ എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല നീ പറയുന്നത്. പറഞ്ഞല്ലോ എന്റെ ഡിസിഷൻ പറഞ്ഞു. മാത്രമാണ് നിർത്തുന്നത്. എന്തോ കേട്ടില്ല. റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നിർത്തുന്നത്. നമ്മള് മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടി പറയാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? മതി. അപ്പൊ എന്റെ ഡിസിഷൻ അതാണ്. വെളിയിലുള്ള സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് ടി വിക്കകത്തുള്ളവരുടെ കൂടെ. ഗ്യാങ് സിറ്റുവേഷനോ എന്ത് സിറ്റുവേഷൻ റിവൻ സിറ്റുവേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ടി വിക്കകത്തുള്ളവരുടെ കൂടെ, വെളിയിലുള്ളവരുടെ കൂടെ വേണ്ട. അതിപ്പോ അടിച്ച് തോക്കാനാണെങ്കിലും അത് അടിച്ച് തോക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും അങ്ങനെ തന്നെ മതി. മനസ്സിലായ? അതുകൊണ്ടാണ് ഈ ഉടുപ്പ് ഇട്ട് ഇപ്പോഴും ഇങ്ങനെ നടക്കണ ഞാൻ. അല്ലാതെ വേറെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. മനസ്സിലായ? അപ്പോൾ ഇതാണ് എന്റെ ഡിസിഷൻ. സസ്പെൻഷനാണ് അൺടിൽ ഞാൻ പറയണത് വരെ. ഗ്യാങ് അസറ്റ്സ് യൂസ് ചെയ്യരുത്. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും ഇത് ചെയ്യാനില്ല. എനിക്ക് സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആകെ ഞങ്ങൾ 10 പേരെ ഉള്ളു ഗൈസ്. വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ 5 പേര് ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നവരെല്ലാം ഞങ്ങൾ കയറി. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കാനില്ല ഗൈസ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓരോരുത്തന്മാരെ കൊണ്ടുപോകുന്ന സമയത്ത് അടിക്കാൻ ആളില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇവരുടെയൊക്കെ സൗകര്യത്തിന് തിരിച്ചു വരുന്നത് നോക്കി ജീവിതകാലം മൊത്തവും എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഗ്യാങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇവരുടെ ഒന്നും ഇത് നോക്കിയിട്ട് ഞാൻ ഒരാളെ നോക്കുന്നില്ല. അതിൽ എന്നോട് പറഞ്ഞ ഡിമാൻഡ് ഇതാണ്. അവർ ഒരുമിച്ച് ഇറങ്ങിയത്, അവർ വരുവാണെങ്കിൽ തിരിച്ച് ഒരുമിച്ച് വരത്തുള്ളൂ. അതിൽ 3-4 അവന്മാരെ എനിക്ക് പറ്റൂല. അവന്മാരെ ഇനി എൻ്റെ തല അറുത്ത് കളഞ്ഞാൽ പോലും ഞാൻ TV എടുക്കൂല. പേര് പറഞ്ഞ് എനിക്ക് ഹെയ്റ്റ് കൊടുക്കാൻ താല്പര്യമില്ല. അതിൽ ഒരുത്തൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ മൾട്ടിപ്പിൾ ടൈംസ് ഈ കുണ്ണത്തിൽ എന്നോട് കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒരുത്തൻ്റെ പേര് പറഞ്ഞ് ഒരാളുടെയും ഹെയ്റ്റ് ആക്കി കൊടുക്കാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഈ ബാക്കി 4 എണ്ണം തല അറുത്ത് കളഞ്ഞാൽ പോലും ഞാൻ എടുക്കത്തില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഹേർട്ടായിട്ടുണ്ട് ഇമോഷണലി ഞാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ അവനെ ഇവന്മാരൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് പലവട്ടം. എനിക്ക് ഈഗോ എന്ന് പറയരുത് പ്ലീസ്. എനിക്ക് ഈഗോ എന്ന് പറയരുത്. ഇനി എനിക്ക് ഇവന്മാരെ നോക്കിയിരിക്കാൻ വയ്യ ഗൈസ്. എനിക്ക് ഇവന്മാരെ നോക്കിയിരിക്കാൻ വയ്യ. ഞാൻ നല്ല പ്ലേയേഴ്സിനെ ഞാൻ റിക്രൂട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവാ. ഒരുത്തിനും വേണ്ടി ഇനി വെയിറ്റ് ചെയ്തില്ല. ഒരു സ്ലോട്ട് ഒഴിച്ചെടുത്തില്ല. ഒരു കുന്തോ ഇല്ല. ഒരുത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഈ നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണേ. ഇപ്പം എനിക്ക് നല്ല വിഷമമായി ഗൈസ്. സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് നല്ല വിഷമമായി. ഈഗോ ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നവരുടെ അടുത്ത് എന്തിനു ഈഗോ കാണിക്കണം? ഈഗോ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള അവരുടെ കരണ്ടും ഇതൊന്നുമില്ല. ആരാണെന്ന് പറഞ്ഞിരുവോ? യെസ്, മിനിറ്റാംസ് ഗെയിമിംഗ്. ഇന്ത്യയിലെ ഒരു ടോപ്പ് പ്ലെയർ ആണ്. വാലറന്റ് ഒക്കെ കളിക്കണം. വാലറന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം. ചിലർക്ക് കളിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാർക്ക്. ഇമോഷണലി കുറച്ചൊരു സ്ട്രോങ് ബ്രോ യു ക്യാൻ ഡു ഇറ്റ്. ബ്രോ അങ്ങനെയല്ല ബ്രോ. സത്യമായിട്ട് ഞാൻ പറയാണ്. ഞാൻ ഇങ്ങനൊരു സാധനം സംഭവിക്കാതെ ഞാൻ ഒറ്റ കാര്യം പറയാം ഗൈസ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കാനോ, ഞാൻ അവരുടെ കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാനോ, ഞാൻ അവരെ ഉപദ്രവിക്കാനോ, അവർക്ക് ഹേറ്റ് കൊടുക്കാനോ ഒന്നിനും പോയ ഒരാളല്ല ഞാൻ ഗൈസ്. ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഇത്ര നാൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി മൂവ് ഓൺ ആയതാ. ഈ സിറ്റിയിൽ അവർ കളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പം ഇവർ ഈ സിറ്റിയിൽ കളിക്കണം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, ഞാൻ അവരെ ഉപദ്രവിക്കാൻ ഒരു സ്ഥലത്തോട്ടും പോയിട്ടില്ല. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി പ്രശ്നമുള്ളവരുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളോടും. എൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പിള്ളേരെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് എന്നെ ടാഗ് ചെയ്തിട്ട് അവർ നാളെ വരും, ഇന്ന് വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ അവരെ ഉപദ്രവിക്കാൻ പോകണ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എപ്പോഴും ഒരു ഹെയ്റ്റ് സ്പീച്ച് പറയണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലടാ, എനിക്കിത് ഗൈസ് ഞാൻ പറയാം. നിങ്ങൾക്ക് വരുന്ന ഓരോ ദിവസവും ഇവരെ തിരിച്ചെടുത്ത് ഗൈസ് അവർക്ക് ഗ്യാങ് തുടങ്ങുമോ, അവർ ഗ്യാങ് ആയിട്ടോ എന്ത് വേണം എങ്ങനെ വേണോ പൊക്കോട്ടെ ഗൈസ്. എനിക്കൊന്നുമില്ല. SRKയുടെ ഭാഗത്താണ് തെറ്റായി. വാച്ച് ദ POV. എനിക്ക് ആ POV ഒന്ന് കാണണം ബ്രോ. സത്യം പറഞ്ഞാൽ
എനിക്ക് സീരിയസ്ലി ഐ ജസ്റ്റ് വാണ്ട് സീ ദ POV. എനിക്ക് അത് ഇല്ല അത് വേണ്ട. അതിനിടയ്ക്ക് അതിനെ വളയ്ക്കാൻ പോയി. ഇപ്പൊ എവിടെയാണ് ലൊക്കേഷൻ വന്നി? ഒരു വണ്ടി ഇടുവാ. ഇല്ല അത് വേണ്ട. POV ഒന്ന് കണ്ടോട്ടെ. ഇറങ്ങ. ഞാനാ ഇത് ഫ്യൂലില്ല. ഫ്യൂലില്ലാത്ത വണ്ടിയാ. ഇതിന് ഞാൻ ഫ്യൂൽ അടിച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഫ്യൂലില്ല. നീ ഒരു വണ്ടി ഇട്. പരിചയമില്ലാത്തവരൊക്കെ എടുത്തൊരു വണ്ടി എന്താ ഗ്യാങ് ഹൗസിനകത്തോട്ട് നേരെ വണ്ടി ഓടിച്ചു കേട്ടണേ. ഹലോ ബ്രോ. പറ ബ്രോ. എന്റെ വണ്ടി ഇതിനകത്ത് കിടക്കുന്നതായിട്ട് എനിക്ക് എടുത്തോ. ബൈക്ക് എടുത്തോ. ചോദിക്കാതെ പറയാതെയൊക്കെ എടുത്തോണ്ട് വരിക. അതൊക്കെ തെറ്റല്ലേ? ഫ്യൂല് തീർത്തോണ്ട് വെച്ച് എന്ത് ചെയ്യാനാ? ഞാൻ അടിക്കണം. ഇതാണോ ബ്രോ? അതെ ഇതാരാ കൊണ്ടുവന്ന ബ്രോ? നമ്മളാരും കൊണ്ടുവന്നല്ല. അല്ലാതെ എങ്ങനെ ഇവിടെ വന്നു ബ്രോ? നമ്മളിപ്പോ ഒരു പ്രീവാർ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ബ്രോ. ആണോ? അല്ലല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ആരോ എടുത്തോണ്ട് പോയതാണ്. ഞാൻ കണ്ടില്ല. ഞാൻ അറിയത്തില്ല. കാരണം ഇതിപ്പോ നമ്മള് തൽക്കാലത്തേക്കുള്ള ഒരു മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഞാൻ വിചാരിച്ചേ ഇത് പറയാതൊക്കെ ഓരോരുത്തന്മാര് വണ്ടി എടുത്തോണ്ട് പോവുക. അപ്പം 2-3 അല്ല, ഞാൻ ലോക്ക് ആയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മള് ചില സമയത്ത് ഞെക്കുമ്പോ അൺലോക്ക് എന്നാണ് കാണിക്കുന്നത്. സൈഡ് നോക്കിയാ. ഓക്കെ ബ്രോ, ഓക്കെ. വേറെ അങ്ങനെ ജയിച്ചാ? ഇല്ല, പ്രീവാർ കഴിഞ്ഞ് ഇപ്പൊ മീറ്റിംഗ് വിളിച്ചേക്കും. ഓക്കെ ബ്രോ, ഓക്കെ. നന്നായിട്ട് സോറി ബ്രോ. വണ്ടി കേറിട്ട് പോവാൻ പറഞ്ഞു. വണ്ടി കേറിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? കേറ്. കാതൽ പിശാച്, കാതൽ. അതെ ബ്രോ, ഈ വെടി വെച്ച് പൊട്ടിച്ച എന്തിനാ വണ്ടി? ടയർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് തന്നെ വെടി വെക്കാതെ പൊട്ടത്തില്ലല്ലോ. ആരാണ് പൊട്ടിച്ചത്? ചോയിര? അല്ല, അറിയില്ല തന്നെ. ചോയിരത് ആരുടെ പൊട്ടിച്ചെന്ന്? എന്റെ പേര് SRK. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു ബ്രോ. ബ്രോ, ആരാ വെടിവെച്ച ടയറില്? അതെ. തന്നെ പൊട്ടിച്ചെന്ന്? ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്ത് ജീവിക്കും. അല്ലല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അല്ല ബ്രോ, ഇവിടുന്ന് വണ്ടിയില് വെടി വെച്ചായിരുന്നു. എന്റെ വണ്ടിയിൽ ടയറിലോട്ട് ആരോ വെടി വെച്ചായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അത് ആരാ വെടി വെച്ച?
ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കുന്നു ബ്രോ. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തങ്ങോട്ട് പോയത്. അപ്പം മറ്റേ പുള്ളിക്കാരൻ വണ്ടി കയറി അങ്ങോട്ട് വന്നത്. വണ്ടിയിൽ നിന്ന് ചാടി പുള്ളി. അപ്പൊ ചാടിയ സമയത്തിന് ഇവിടുന്ന് ഫയർ ചെയ്താരോ, ടയർ പൊട്ടി, അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇതായത്. ആരാണ് കേട്ടില്ല? പിന്നെ വണ്ടിയിൽ അടിച്ചില്ലേ ബ്രോ? വണ്ടി ഞാൻ ഇവിടുന്ന് മുതുക്കി വരെ പോണ്ടേ? എന്റെ വണ്ടി ടയർ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോകാൻ ഇവിടുന്ന്. ബ്രോനെ അത് ആരെങ്കിലും കൊണ്ടാക്കും ബ്രോ. അപ്പൊ വണ്ടി അടിച്ച് പൊട്ടിക്കാവോ ബ്രോ? എന്റെ വണ്ടി ആരോ ബ്രോയ്ക്ക് എന്ത് വേണ്ട? ഇപ്പൊ വണ്ടിയുടെ ടയർ മാറ്റി. മാറ്റി തരണം ബ്രോ. മാറ്റി തരും, വേണേ പൈസ തരാം, പോയി മാറ്റിട്ട്. ഓക്കെ. അല്ല ബ്രോന്റെ പേരെന്താ? ബ്രോ നിക്ക് ബ്രോന്റെ പേരെന്താ? ബ്രോ എന്റെ വണ്ടി ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു മനസ്സിലായി. ഇവിടെ താളടിയൊന്നും വേണ്ട. ഇല്ല താളമല്ല, കാര്യം സംസാരിക്കാൻ വന്നില്ലേ, പറഞ്ഞിട്ടങ്ങ് പോകും. അല്ലാതെ മര്യാദയ്ക്ക് തന്നെ ബ്രോ പറഞ്ഞ മര്യാദയ്ക്ക് തന്നെ. ഇവിടെ ആദ്യം നിന്ന് ആളുടെ അടുത്ത് ഞാൻ വന്ന് മര്യാദയ്ക്ക് സംസാരിച്ചേ. എന്റെ വണ്ടി ഹോസ്പിറ്റലിൽ ഇരുന്നേ. ഹോസ്പിറ്റലിൽ എടുത്തുനിന്ന് ആരോ എടുത്തോണ്ട് വന്നു. ഇതിനകത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇവിടെ എടുത്തോണ്ട് വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അറിയത്തില്ല. ഓക്കെ നിങ്ങൾ അറിയത്തില്ല ബ്രോ. അറിയത്തില്ലെന്നാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ ഒരു പുള്ളിക്കാരൻ സംസാരിച്ചു. ഞാൻ എന്റെ അടുത്തൊരു പുള്ളിക്കാരൻ സംസാരിച്ചു. ആ പുള്ളിക്കാരൻ താടി ഇറങ്ങി. ആ സമയത്ത് തന്നെ ഇവിടുന്ന് ആരോ ഫയർ ചെയ്ത് എന്റെ ടയർ പൊട്ടിച്ചു. എന്തിനാണ് ഫയർ ചെയ്യാൻ പോണത്? ആരോ ഫയർ ബ്രോ? ഇത്ര ലോങ് ഞാൻ ഇവിടുന്ന് തന്നെ അടിച്ചു ബ്രോ. ഞാൻ പൊട്ടനല്ല ബ്രോ. മനസ്സിലാവും ബ്രോ. അത് സംസാരിക്കണം ബ്രോ. ഞാൻ എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എനിക്ക് ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ കാണിച്ചു. ഒരു സെക്കൻഡ് ബ്രോ. ഇവിടെ വന്നു പറഞ്ഞു. ഞാൻ ഇവിടെ ചാടി ഇറങ്ങിയ സാധനം പൊട്ടിച്ചു ബ്രോ. ഇപ്പൊ എന്റെ വണ്ടിയാണിത്. എടാ ഹെൽഫെയർ ഗാംഗോസിലാടാ എന്റെ വണ്ടി അവിടെ ഇരുന്നു. അപ്പൊ അവന്മാരോട് കൈവക്ക് ഇവിടെ റേഡിയോ ഒക്കെ എടുത്ത കേട്ടോ. റേഡിയോ ഒക്കെ എടുത്ത ഓളൊന്നും കൊടുക്കാൻ ബ്രോ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ തന്നെ ഞാൻ സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി തന്നെയാ. അല്ല കൈ പൊക്കാൻ പറഞ്ഞോണ്ടാ കൈ പൊക്കിയത് ബ്രോ. ബ്രോ ഇപ്പൊ ഇത് അടിച്ചു പൊട്ടിക്കേണ്ട ആവശ്യം? ചുമ്മാ രസം ബ്രോ. ഇല്ല ഗാംഗോസ് ആണെന്നുണ്ടല്ലോ അറിയണ്ടേ ബ്രോ. അതാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യം വന്ന സമയത്താണ് പറഞ്ഞത്. അപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയതാണ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇവിടുന്ന് ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ചത്. അതുകൊണ്ടാണല്ലേ ടയർ എന്താ കേട്ടില്ല? ബ്രോ അടിക്കണ എന്തിനാണ് ബ്രോ? അതിനെ അടിക്കണ എന്തിനാണ് ബ്രോ? അടിക്കണ എന്തിനാണ് ബ്രോ? താളം അടിക്കല്ല, കാര്യം പറയണേ ബ്രോ. ബ്രോ പിന്നെന്തിനാണ് അടിക്കണത്? ദേഹത്ത് അടിക്കണ എന്തിനാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ആദ്യം തന്നെ ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻ എടുക്കരുത്. നമ്മളൊരു മോശ സമയമാണെന്ന് ഗ്യാങ്ങിലെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഫസ്റ്റ് കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം ഇത് പോട്ടെ. ഓക്കെ, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പറയണത് പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാം. ഞാൻ ചോദിക്കണത് ഇതാണ്. കറണ്ട്ലി ഗ്യാങ്ങിലില്ലാത്ത ആൾക്കാരുടെ കൂടെ പോയി സിറ്റുവേഷൻ അവർക്ക് ഇത് സിറ്റുവേഷൻ എടുക്കേണ്ട എന്ത് ആവശ്യമുണ്ട്? അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആയിട്ട് എങ്ങനെയാണ് ആ സിറ്റുവേഷന് HFO ആയിട്ട് റിവെഞ്ച് എടുക്കണേ? അതാണ് എൻ്റെ ചോദ്യം. പ്ലീസ്, എനിക്ക് നാട്ടുകാരെ കാണിക്കുള്ള സ്നേഹം വേണ്ട. പ്ലീസ്, ദയവേത് എല്ലായിടത്തും ഞാൻ ക്ലിയർ കട്ടായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാം. ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കണ സ്നേഹം വേണ്ടേ? പ്ലീസ്, ദയവേത്. നിങ്ങൾക്ക് വല്ല സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സിറ്റുവേഷൻ എടുക്കുക. ഇനി ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ഫേസ് ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇത്? കേസ് എനിക്കിത് ഇതിൽ കൂടുതൽ വയ്യ കേസ്. സത്യമായിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സത്യം പറയാലോ, ഇറിറ്റേറ്റഡ് ആയിരിക്കും. നിങ്ങളീ പോയവരെ പറ്റി പറയുമ്പോൾ കൂടെ നിൽക്കുന്ന പിള്ളേരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മറ്റേത് എനിക്കും ബാഡായി. ഞാൻ അതിനെപ്പറ്റിയാണ് ചോദിക്കണം ബ്രോ. എനിക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട കേസ്. എനിക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട.